എലപ്പുള്ളിയിൽ ഇവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ താൽപര്യങ്ങൾക്കെതിരായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ ദുരിതം സമ്മാനിക്കുന്ന തരത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കുന്ന ഈ മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ തീരുമാനത്തിനെതിരായി കഴിഞ്ഞ 5 ദിവസമായി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമര പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഈ നിയോജക മണ്ഡലം പ്രസിഡന്റ്, പുതുശ്ശേരി മണ്ഡലം അധ്യക്ഷൻ, എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള ശ്രീ ഗിരീഷ് ബാബു, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സി കൃഷ്ണകുമാർ, BDJSന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ എൻ അനുരാഗ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ പാലക്കാട് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ, പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷനും മുതിർന്ന നേതാവും പാലക്കാട് മുനിസിപ്പൽ കൗൺസിലറുമായിട്ടുള്ള ദേശീയ കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള ശ്രീ എൻ ശിവരാജൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ ഹരിദാസ്, BDJSന്റെ നിയോജക മണ്ഡലം അധ്യക്ഷൻ ശ്രീ ശിവദാസ്, വേദിയിലുള്ള BJPയുടെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ AK ഓമനക്കുട്ടൻ, മറ്റ് നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെയും പേരുകൾ പറയുന്നില്ല, സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേരാൻ പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി, ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന നയങ്ങൾക്കെതിരായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ നയിച്ച ഈ യാത്രയുടെ സമാപനത്തിന് എത്തിച്ചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന കേരളത്തിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. അത് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതാണ് ഈ യാത്രയും യാത്രയ്ക്ക് ലഭിച്ചിട്ടുള്ള ജനപിന്തുണയും. നേരത്തെ ഇതുപോലെയുള്ള നിരവധി സമരജാഥകളുടെ ഭാഗമാകാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേരിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ചുമതല വഹിച്ചിരുന്ന കാലത്ത് എനിക്ക് സാധിച്ചിരുന്നു. കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് പോലും സിൽവർ ലൈനിന്റെ പേരിൽ കേരളത്തിലെ സാധാരണക്കാരെ മുഴുവൻ തന്നെ ആശങ്കയിലാഴ്ത്തുന്ന തരത്തിൽ നാട്ടിലുടനീളം മഞ്ഞക്കുറ്റി നാട്ടി, അടുക്കളയിൽ പോലും മഞ്ഞക്കുറ്റി നാട്ടിയ സംസ്ഥാന സർക്കാരിന്റെ നയത്തിനെതിരായി ജനപക്ഷത്തു നിന്ന് യാത്ര നടത്തിയ ഒരാൾ എന്നുള്ള നിലയിൽ ഈ തരത്തിലുള്ള ജനങ്ങളുടെ പ്രതിരോധം, ആ പ്രതിരോധത്തിന്റെ ഭാഗമാകുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവ നേതാവ്, അദ്ദേഹം ജില്ലാ അധ്യക്ഷനാണെങ്കിലും ഞാൻ ഇപ്പോഴും കണക്കാക്കുന്നത് അദ്ദേഹത്തെ യുവ നേതാവായിട്ടാണ്. ആ യുവ നേതാവ് ശ്രീ പ്രശാന്ത് ശിവനെയും അതിന് പിന്തുണ നൽകുന്ന പാലക്കാട്ടെ കരുത്തരായിട്ടുള്ള പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. കാരണം ഈ തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് പ്രതിരോധം തീർക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കുള്ളൂ. കേരളത്തിന്റെ നിയമസഭയിലെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള UDFന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഉണ്ട്. UDFൽ അവർക്ക് കൂടെ നിൽക്കുന്ന, അവർക്ക് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗ് ഉണ്ട്. ഇവർക്കൊന്നും ഇങ്ങനെയുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് 2 രോഗങ്ങളുണ്ട്, 2 അസുഖങ്ങളുണ്ട്. ഈ 2 അസുഖം ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഈ തരത്തിൽ
ഇങ്ങനെയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയാത്തത്? ഒന്നാമത്തെ രോഗം എന്ന് പറയുന്നത്, ഒന്നാമത്തെ വ്യാധി ഈ വിയർപ്പിന്റെ അസുഖമാണ്. കാരണം ചൂടുകൊള്ളാനോ മേലനങ്ങാനോ കഴിയാത്ത ആളുകളാണ് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുറത്ത് വെയിലത്തിറങ്ങി വേർപ്പ് വന്നു കഴിഞ്ഞാൽ അസുഖം വരുന്ന ആളുകളാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിലുള്ളത്. അതാണ് ഒന്നാമത്തെ രോഗം. രണ്ടാമത്തെ രോഗം എന്ന് പറയുന്നത് പിണറായി പേടി. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിരായിട്ട് ഒരക്ഷരം ശബ്ദിക്കാൻ, നേരെ മുഖത്ത് നോക്കി പറയാൻ പോലും ധൈര്യമില്ലാത്ത ആളുകളാണ് ഇന്ന് പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞങ്ങൾ സഹകരണാത്മക പ്രതിപക്ഷം എന്നാണ്. അങ്ങനെയുള്ള പല വിശേഷണങ്ങൾ നടത്താറുണ്ട്. പക്ഷേ വാസ്തവം എന്താണെന്ന് വെച്ചാൽ, പിണറായി വിജയനെതിരായിട്ട് ഈ സർക്കാരിനെ ശക്തമായിട്ട് വിമർശിക്കുന്ന തരത്തിൽ ഒരു സമരത്തിനും നേതൃത്വം നൽകാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ധൈര്യമില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ എലപ്പുള്ളിയിൽ വന്നിട്ട് എത്തി നോക്കിയിട്ട് പോകും. പക്ഷേ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി, അതിനെതിരായിട്ട് ശബ്ദമുയർത്താൻ ഒരിക്കലും പ്രതിപക്ഷത്തിന് സാധിക്കില്ല. പിന്നെ ശബ്ദമുയർത്തിയിരുന്ന വേറൊരു കൂട്ടര് ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗമായിട്ടുള്ള CPI ആണ്. അവസാനം സംഭവിച്ചെന്താണെന്ന് നമുക്കറിയാം. എലപ്പുള്ളിയിലെ ബ്രൂവറിക്കെതിരായിട്ട് വലിയ വാചക കസർത്ത് നടത്തിയ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ ബിനോയ് വിശ്വത്തെ പിണറായി വിജയൻ CPI ഓഫീസിൽ ചെന്നിട്ടാണ് വിരട്ടിയത്. കാരണം മന്ത്രിസഭാ യോഗത്തിലാണ് ആദ്യ തീരുമാനമെടുത്തത് ഈ കാര്യത്തെ സംബന്ധിച്ച്. CPM-ന്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും പൊതുവെയുള്ള നയം, ആദ്യം നയപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്യും. മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതിന് ശേഷം അതിന്റെ ഔദ്യോഗിക തീരുമാനങ്ങളാണ്, അതായത് രാഷ്ട്രീയ തീരുമാനം ആദ്യം ഉണ്ടാകുന്നു. അതിനുശേഷം ഭരണപരമായിട്ടുള്ള തീരുമാനം, ആ തീരുമാനം മന്ത്രിസഭാ യോഗത്തിലെടുക്കും. ഇതാണ് അവരുടെ ഒരു സ്ഥിരം രീതി. അവർ പറയുന്നത് അങ്ങനെയാണ്. ഞങ്ങൾ ആദ്യം ഇടതുമുന്നണി ചർച്ച ചെയ്യണം. ഇടതുമുന്നണി ചർച്ച ചെയ്തിട്ടില്ല. ഈ കാര്യത്തിൽ തീരുമാനം എടുത്തതിന് ശേഷമാണ് CPI പറയുന്നത് ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല. ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇടതുമുന്നണി യോഗം വിളിക്കാം. എവിടെ വിളിച്ചെന്നറിയോ? CPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ടുള്ള MN സ്മാരകത്തിൽ, CPIയുടെ ഓഫീസിൽ തന്നെ. എനിക്ക് തോന്നുന്നു പത്രങ്ങളൊക്കെ വാർത്ത കൊടുത്തു, ദശാബ്ദങ്ങൾക്ക് ശേഷം CPI ഓഫീസിൽ ഇടതുമുന്നണിയുടെ യോഗം നടക്കുന്നു. സാധാരണ നടക്കാറ് AKG സെന്ററിലാണ്. AKG സെന്ററിൽ ചെന്നിട്ട് വർത്താനം പറയാൻ CPIക്കാർക്ക് ധൈര്യമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് CPIക്കാർ ധരിച്ചത് നമ്മുടെ പാർട്ടി ഓഫീസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാമെന്നാണ്. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. CPI ഓഫീസിൽ MN സ്മാരകത്തിൽ അവിടെ ഇടതുമുന്നണിയുടെ യോഗം വെച്ച് അവിടെ അങ്ങോട്ട് ചെന്ന് പിണറായി വിജയൻ വിരട്ടിയപ്പോ പിന്നെ ബിനോയ് വിശ്വവും CPIയുടെ നേതാക്കന്മാരും ഓടിയ ആ വഴിയിൽ പുല്ല് കളിക്കില്ല എന്നുള്ളതാണ് തിരുവനന്തപുരത്തുകാർ പറയുന്നത്. അതാണ് ഈ സമരത്തെ സംബന്ധിച്ച് ഇടതുമുന്നണിയിലെ സ്ഥിതി. ഈ സമരത്തെ സംബന്ധിച്ച് പ്രതിപക്ഷത്തെ നിലപാട്. ഇപ്പൊ CPIയുടെ ജില്ലാ ഘടകം പറഞ്ഞത്, പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥലത്തും ബ്രൂവറി അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ജില്ലാ ഘടകത്തിന്റെ നിലപാട് എന്നാണ് പത്രത്തിൽ വായിച്ചത്. പിണറായി വിജയൻ പറഞ്ഞു, ആ നിലപാട് 4 മടക്കിയിട്ട് പോക്കറ്റിലിട്ടോളൂ. പിന്നെ CPIക്കാർ മിണ്ടിയില്ല. ഇത് പറഞ്ഞപ്പോ പിന്നെ CPIക്കാർക്ക് മിണ്ടാട്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കാൻ, ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതിരോധം തീർക്കാൻ അതിന് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും മാത്രമേ ഉള്ളൂ. പ്രതിപക്ഷത്തിന് സാധിക്കില്ല. ഈ മുന്നണിയിൽ, ഇടതുപക്ഷ മുന്നണിയിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ, അങ്ങനെയുള്ളവർക്കും സാധിക്കില്ല.
നമ്മുടെ മന്ത്രി ശ്രീ MP രാജേഷ് അദ്ദേഹം പറഞ്ഞത് മരുഭൂമിയിൽ മരുപ്പച്ച തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനിയെ കൊണ്ടുവരുന്നതെന്നാണ്. ഒയാസിസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മരുപ്പച്ച എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഒയാസിസ് എന്നുള്ള വാക്ക് ഈ പ്രദേശത്തെ മരുഭൂമിയിൽ അവിടെ മുഴുവൻ നിങ്ങൾക്കെല്ലാവർക്കും സുഖകരമായിട്ടുള്ള ജീവിതം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ മരുഭൂമിയിൽ മരുപ്പച്ച തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനിയെ കൊണ്ടുവരുന്നതെന്നാണ്. പക്ഷെ നമുക്കറിയാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരുപ്പച്ചയല്ല, പകരം CPM-ന്റെ ഖജനാവിൽ പച്ച വെളിച്ചം തീർക്കാൻ CPM-ന്റെ ഖജനാവിലേക്ക് CPM-ന്റെ നേതാക്കന്മാരുടെ പോക്കറ്റിലേക്ക് ചില്ലറ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ കമ്പനിയെ ഇവിടെ കൊണ്ടുവന്നതിന്റെ പിന്നിലുള്ള തീരുമാനത്തിന്റെ കാരണം. അതുകൊണ്ടാണ് ഈ ഡൽഹി മദ്യനയ അഴിമതി, ഈ കമ്പനി എന്ന് പറയുന്നത് വലിയ ചരിത്രമുള്ള ആളുകളാണ്. നിങ്ങൾ ആരൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഡൽഹിയിലെ മദ്യനയ അഴിമതിയിൽ പങ്കുള്ളവരാണ് ഈ ഒയാസിസ് കമ്പനി. അതുകൊണ്ട് ഇത് ഉപദേശിച്ചു കൊടുത്തതും അവിടുന്ന് തന്നെയാണ്. പിണറായി വിജയന്റെ വളരെ അടുത്ത സുഹൃത്താണ് കേജ്രിവാൾ. നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഡൽഹിയിൽ കേജ്രിവാളും പിണറായി വിജയനും തമ്മിൽ വലിയ അടുപ്പാണ്. അവിടെ ചെല്ലുമ്പോൾ തമ്മിൽ ഇവർ കാണും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് തമ്മിൽ സഹകരിക്കാൻ പറ്റുന്ന മേഖലകൾ എന്നുള്ളത് ചർച്ച ചെയ്യും. അങ്ങനെ പരസ്പര സഹായത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് കാശുണ്ടാക്കാനുള്ള വഴി ഉണ്ടാക്കി തന്ന ആളുകളാണ് ഈ ഒയാസിസ് കമ്പനിക്കാർ എന്നുള്ളത് കേജ്രിവാൾ ഉപദേശിച്ചു കൊടുത്തു പിണറായി വിജയന്. അതുകൊണ്ട് ആ കേജ്രിവാളിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഈ കമ്പനിയുടെ ഒരു ഡയറക്ടർ ഡൽഹി മദ്യനയ അഴിമതിയുടെ പേരിൽ ജയിലിൽ കിടന്ന ആളാണ്. പക്ഷെ അതേ കമ്പനിക്കാരനെ വിളിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഈ ബ്രൂവറി കമ്പനി, മദ്യനിർമ്മാണശാല അത് തുടങ്ങാനുള്ള തീരുമാനം എടുത്തു. എന്തായാലും കേജ്രിവാളിന്റെ ഉപദേശത്തിന്റെ ഗുണം എന്തായി എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും പത്രത്തിൽ വായിച്ചു. കാരണം അവിടുത്തെ ജനങ്ങള് കേജ്രിവാളിന്റെ കയ്യിലുള്ള ചൂല് വാങ്ങി കേജ്രിവാളിന് തന്നെ അടിയും കൊടുത്ത് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേജ്രിവാളിന് ഇപ്പോ ആ ചൂല് കേജ്രിവാളിന്റെ കയ്യിലും ചൂലില്ല, ചൂല് അവിടുത്തെ ജനങ്ങളുടെ കയ്യിലാണ്. ആ ചൂലെടുത്ത് കേജ്രിവാളിനെ അടിച്ചോടിച്ചിരിക്കുകയാണ്. നാളെ പിണറായി വിജയനെയും ഇതേപോലെ അടിച്ചോടിക്കുന്ന ആ സ്ഥിതിയാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും ആർക്കും സംശയം വേണ്ട. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനം, ജനങ്ങൾ വെള്ളം കുടിക്കാതെ മരിച്ചാലും ഒരു കുഴപ്പമില്ല, CPM-ന്റെ ഖജനാവിൽ പണം കിട്ടണം. അതിനു വേണ്ടിയിട്ട് വിഷക്കമ്പനിയാണെങ്കിൽ വിഷനിർമ്മാണശാല, മദ്യക്കമ്പനിയാണെങ്കിൽ മദ്യനിർമ്മാണശാല, അതേത് തുടങ്ങാനും പിണറായി വിജയൻ സർക്കാരിന് ഒരു മടിയില്ല. ഞാൻ ഇത്രയും നേരം ബ്രൂവറി മദ്യനിർമ്മാണശാല എന്നൊക്കെയാണ് പറഞ്ഞത്. ക്ഷമിക്കണം, കാരണം എന്താ വെച്ചാൽ നമ്മുടെ MP രാജേഷ് മന്ത്രി പറയുന്നത് അതിന് ബ്രൂവറി എന്ന് പറയരുതെന്നാണ്. അതേ പറയുന്നത് എത്തനോൾ നിർമ്മാണശാല. നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല, ഈ വാക്ക് നമ്മളാരും കേട്ടിട്ടില്ലാത്തൊരു പുതിയ വാക്കാണ്. എത്തനോൾ നിർമ്മാണശാല എന്നാണ് പറയാവൂ എന്നാണ് MP രാജേഷും അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രം ദേശാഭിമാനിയൊക്കെ പറയുന്നത്. ഈ എത്തനോൾ എന്ന് പറയുന്നത് എന്ത് സാധനം? എത്തനോൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തൈര് കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനമല്ലല്ലോ. തൈര് കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണെങ്കിൽ നമുക്ക് പൊട്ടേന്ന് വെക്കാം, നമുക്കൊന്നുമില്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് സംഭാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, നമുക്ക് തൈരുണ്ടാക്കാൻ ഉപയോഗിക്കാം. മദ്യനിർമ്മാണത്തിന് വേണ്ടി തന്നെ അതിനു വേണ്ടിയിട്ടുള്ള വസ്തുവായിട്ട് അതിനുപയോഗിക്കുന്നതാണ് ഈ എത്തനോൾ. ആ എത്തനോൾ നിർമ്മാണ പ്ലാന്റ് ആണ് ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. 8 ലക്ഷം ലിറ്റർ ബ്ലെൻഡിംഗ് ശേഷിയുള്ള മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ് അതാണ് ഈ കമ്പനി സ്ഥാപിക്കുക എന്നാണ് സർക്കാരിന്റെ ഉത്തരവിൽ തന്നെ ആദ്യം തന്നെ പറയുന്നത്. പദ്ധതിയുടെ 4ാം ഘട്ടത്തിൽ 10 കോടി ലിറ്റർ ബിയർ ബ്രൂവറിയിൽ പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുമെന്നാണ് സർക്കാരിന്റെ തന്നെ രേഖകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ എത്തനോൾ നിർമ്മാണ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ
കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് അവസാനിപ്പിക്കണം. കാരണം നിങ്ങൾ എന്തൊക്കെ പേര് പറഞ്ഞാലും വസ്തുത എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നവരാണ് ഈ കേരളത്തിലെ ജനങ്ങളെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത് കേരളത്തിൽ മദ്യത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കണം. മദ്യത്തിന്റെ ഉൽപാദനം മാത്രമല്ല, കാരണം ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ടിവിയിൽ ഒരു വാർത്ത കണ്ടു. നമ്മുടെ കൊല്ലം ജില്ലയിലെ, കൊല്ലത്തിന്റെയും പത്തനംതിട്ടയുടെയും ഒക്കെ അതിർത്തിയിൽ കിടക്കുന്ന കലഞ്ഞൂര്, ആ കലഞ്ഞൂരിൽ മദ്യലഹരിയിൽ ഒരാള് ഒരു കടയിലേക്ക് കാർ ഓടിച്ച് കയറ്റി, 4-5 പേർക്ക് പരിക്ക്. കാരണം നമ്മളെല്ലാവരും ഇന്നലെ മുതൽ എല്ലാ ചാനലിലും കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത, തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ ഒരു ചെറുപ്പക്കാരൻ 3 സ്ഥലത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ 6 മണിക്കൂറിനിടയിൽ 5 പേരെ അടിച്ചു കൊന്നതിന്റെ വാർത്തയാണ്. 5 പേരെ അടിച്ചു കൊന്നു. അത് 6 ആയനെ, ഒരാൾ രക്ഷപ്പെട്ടു പോയി. ഈ രാസലഹരി, ഈ ലഹരി കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ലഹരി, അതോടൊപ്പം മദ്യത്തിന്റെ ലഹരി, ഇത് സുലഭമായിട്ടുണ്ടാകണം എന്നുള്ളത് ആഗ്രഹിക്കുന്ന ആളുകളാണ് മാർക്സിസ്റ്റുകാർ. കാരണം തലക്ക് വെളിവില്ലാത്തവരായിട്ട് കേരളത്തിലെ ജനങ്ങൾ മാറിയാലേ CPM-ന് നിലനിൽപ്പുള്ളൂ. കാരണം തലക്ക് വെളിവുള്ള ആളുകള്, അങ്ങനെയുള്ള ആളുകൾ CPM-ന് വോട്ട് ചെയ്യില്ല, അതവർക്കറിയാം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തലക്ക് വെളിവില്ലാത്തവരായിട്ട് മാറണം. അതിനു വേണ്ടിയിട്ടാണ് വെള്ളം കുടിക്കാൻ കിട്ടിയില്ലെങ്കിലും വിരോധമില്ല, കേരളത്തിലെ ജനങ്ങൾ മദ്യത്തിൽ മുങ്ങട്ടെ, കേരളത്തിലെ ജനങ്ങൾക്ക് മദ്യം സുലഭമായിട്ട് കിട്ടട്ടെ, ലഹരി സുലഭമായിട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടുള്ള നയങ്ങൾ, ആ നയങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 5 പേരെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിക്കുക, 5 പേരെ കൊല്ലുക, ഒരാൾ രക്ഷപ്പെട്ടു. 3 സ്ഥലങ്ങൾ ആദ്യം അടിച്ചു കൊല്ലുന്നു, 9 കിലോമീറ്റർ യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്ത് ചെന്ന് അടിച്ചു കൊല്ലുന്നു, വീണ്ടും യാത്ര ചെയ്ത് അടുത്ത സ്ഥലത്ത് അടിച്ചു കൊല്ലുന്നു. അത് കഴിഞ്ഞ് കുളിച്ചു കുട്ടപ്പനായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോയി പറയാണ്, ഞാൻ 6 ആളെ കൊന്നു. പോലീസുകാർക്ക് തന്നെ അത്ഭുതമായിരുന്നു. ഇവൻ പറയുന്നത് തലക്ക് വെളിവില്ലാതെ വല്ലതും പറയാണോ എന്നുള്ളതായിരുന്നു പോലീസ് അവനോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കും, ഞങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ. അന്വേഷിച്ച് വന്നപ്പോഴാണ് പോലീസിന് മനസ്സിലാകുന്നത് ഇവർ പറയുന്നത് സത്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം, അവൻ ലഹരിക്ക് അടിമയായിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് മാധ്യമങ്ങൾ മുഴുവൻ പറയുന്നു, പോലീസ് പറയുന്നു. കേരളത്തിൽ ഇന്ന് പിണറായി വിജയന്റെ 2ാം സർക്കാർ ഭരണത്തിൽ വന്നതോടുകൂടി കേരളത്തിൽ ഏറ്റവും സുലഭമായിട്ട് ലഭിക്കുന്ന വസ്തുക്കളിൽ ഒന്നായിട്ട് ലഹരി പദാർത്ഥങ്ങൾ മാറിയിരിക്കുക. ലഹരി പദാർത്ഥങ്ങളെ കുറിച്ച് പറയുമ്പോ, കഴിഞ്ഞ ദിവസം ഞാൻ വിദേശത്ത് നിന്ന് വന്ന ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, അമേരിക്കയിലും അതുപോലെയുള്ള രാജ്യങ്ങളിലുമൊക്കെ ലഹരിയുടെ ഉപയോഗം, അദ്ദേഹം പറഞ്ഞു അമേരിക്കക്കാരിൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ലഹരിയും അവരുപയോഗിക്കുന്ന ലഹരിയും തമ്മിൽ അടക്കം വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ലഹരി സിന്തറ്റിക് ലഹരിയാണ്, രാസലഹരി, മനുഷ്യനെ ഭ്രാന്തനാക്കുന്ന ലഹരിയാണ്. അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന ലഹരി മയങ്ങിക്കിടക്കുന്ന ലഹരിയാണ്. അവരുപയോഗിക്കുന്ന ലഹരി ശരീരത്തിന് ദീർഘകാലം ദോഷകരമായിട്ട് വലിയ തോതിൽ ബാധിക്കാത്ത തരത്തിലുള്ള ലഹരി. പക്ഷെ നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചെറുപ്പക്കാർ ഉപയോഗിക്കുന്ന ഈ രാസലഹരി, ഈ രാസലഹരി, സിന്തറ്റിക് ലഹരി നിർബാധം കേരളത്തിലേക്ക് കടന്നു വരികയാണ്. അതാരെങ്കിലും കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ, കണ്ടുപിടിച്ചാൽ കണ്ടുപിടിക്കുന്നവൻ പ്രതിയാവും. അതാണ് നമ്മളിപ്പോ കണ്ടത്. ഒരു MLA-യുടെ മകനെ, ആ MLA-യുടെ മകനെ ഇതിന്റെ പേരിൽ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകാർ കേസെടുത്തിട്ട് അവസാനം ഇപ്പൊ എന്താ സംഭവിച്ചത്?
അവസാനം സംഭവിച്ചത് ഈ കേസെടുത്ത ഉദ്യോഗസ്ഥന്മാരും പ്രതിസ്ഥാനത്ത് വരുന്ന സ്ഥിതി ഉണ്ടായി. കേരളത്തിൽ ലഹരിയിൽ മുക്കിക്കൊല്ലുകയാണ് ഈ സർക്കാർ. അതാണ് ഇന്നത്തെ സാഹചര്യം. മാർക്സിസ്റ്റ് പാർട്ടി എന്താ നേരത്തെ പറഞ്ഞിരുന്നത്? കഴിഞ്ഞ ദിവസം ഏതൊരു ചാനലിലടക്കം പല ചാനലുകളിലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നു. അന്ന് പലരും പറഞ്ഞു, മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ സർക്കാർ, ഒന്നാം സർക്കാർ രൂപീകരിക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു മാസം മുൻപ് ഉമ്മൻചാണ്ടി സർക്കാർ പുതിയ മദ്യ വിൽപ്പനശാലകൾ തുടങ്ങാനുള്ള തീരുമാനമെടുത്തപ്പോ അന്ന് കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്, കേരളത്തെ മദ്യവർജനത്തിലേക്ക്, മദ്യനിരോധനത്തിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇവര് ഭരണമേറ്റെടുത്തപ്പോ ഇവര് പറഞ്ഞത്, ഞങ്ങൾ മദ്യലഭ്യത ക്രമേണ കുറച്ചു കൊണ്ടുവരും, വ്യാപകമായിട്ടുള്ള ബോധവൽക്കരണത്തിലൂടെ, സമഗ്ര പദ്ധതികളിലൂടെ മദ്യവർജനം, ഇതാണ് ഞങ്ങളുടെ മദ്യനയം. ഞങ്ങൾ മദ്യനിരോധനമല്ല, പകരം ക്രമേണ മദ്യലഭ്യത കുറക്കും. എന്ന് പറഞ്ഞാൽ 10 കടയുണ്ടെങ്കിൽ അടുത്ത കൊല്ലം അത് 8 ആക്കും, അല്ലെങ്കിൽ 5 ആക്കും, 4 ആക്കും. ക്രമേണ മദ്യം ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാകും. ജനങ്ങളെ ബോധവൽക്കരിച്ച് ജനങ്ങൾ മദ്യം സ്വയം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം സൃഷ്ടിക്കും. നാളത്തെ കേരളം ലഹരി മുക്ത നവകേരളം. മാർക്സിസ്റ്റ് പാർട്ടിക്കാര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2016 ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, 2016 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മാർക്സിസ്റ്റ് പാർട്ടി ഇറക്കിയ പ്രകടന പത്രിക, എനിക്കറിയില്ല ഇവിടെ എവിടെയെങ്കിലും CPM-ന്റെ ഓഫീസ് ഉണ്ടോ? ആ ഓഫീസിലിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ പഴയ പ്രകടന പത്രിക ഉണ്ടാവും. 2016 ആ പ്രകടന പത്രിക ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. അതിന്റെ തലക്കെട്ട് നിങ്ങൾക്ക് വായിക്കാൻ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാൻ വായിച്ചു തരാം. നാളത്തെ കേരളം ലഹരി മുക്ത നവകേരളം. ഇതായിരുന്നു ഹെഡിങ്. ഈ നാളത്തെ കേരളം ലഹരി മുക്ത നവകേരളം എന്നുള്ളതിന് പകരം നാളത്തെ കേരളം ലഹരിയിൽ മുങ്ങി നശിച്ച കേരളം, അങ്ങനെയുള്ള തലക്കെട്ടിലേക്ക് ഇപ്പൊ മാറ്റേണ്ടി വരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ. എന്തൊക്കെ പറഞ്ഞാണ് കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചത് ഇവരെന്ന്? അന്ന് പറഞ്ഞിരുന്ന മുദ്രാവാക്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? LDF വരും, എല്ലാം ശരിയാകും. ഓർമ്മയുണ്ടാവും 2016 പറഞ്ഞത് LDF വരും, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാർ പുതിയ മദ്യ വിൽപ്പനശാലകൾ തുടങ്ങുന്നു, ഈ നാട്ടിലെ ചെറുപ്പക്കാർ മദ്യലഹരിയിൽ മുങ്ങി നശിക്കുന്നു, ഞങ്ങൾ വന്നാൽ അതെല്ലാം ശരിയാവും, ഞങ്ങൾ വന്നാൽ അഴിമതി ഇല്ലാതാവും. കാരണം അന്ന് സോളാർ അഴിമതി, അന്ന് മദ്യ ബജറ്റിൽ അടക്കം ബാർ ലൈസൻസ് അഴിമതി, അങ്ങനെ 9 കൊല്ലം മുമ്പ് 2016 വരെ 5 കൊല്ലക്കാലം ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ആ സർക്കാരിന്റെ നിരവധി നയങ്ങൾ, ആ നയങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന ആളുകള് 5 കൊല്ലം കഴിഞ്ഞപ്പോ പിന്നെ ആ മുദ്രാവാക്യം മാറ്റിവെച്ചു. 2021 തെരഞ്ഞെടുപ്പിൽ വീണ്ടും നേരിടാൻ പോയപ്പോ ഞങ്ങൾ ഇനിയും ശരിയാക്കാൻ കുറച്ച് ബാക്കിയുണ്ട്, അത് ശരിയാക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ശരിയാകുമോ ഇല്ലയോ എന്നുള്ള കാര്യമേ വേണ്ടിയില്ല. അതായിരുന്നു അന്നത്തെ സ്ഥിതി. ഇന്ന് കൊച്ചുകുട്ടികൾ മുതൽ ചെറുപ്പക്കാർ വരെ ഏത് ഹീനകൃത്യവും നടത്തുന്ന, അതിന് മടി കാണിക്കാത്ത ഒരവസ്ഥയിലേക്ക് കേരളത്തെ എത്തി. പക്ഷെ അതിനെക്കുറിച്ച് ആരെങ്കിലും മിണ്ടിയാലോ? അതിനെക്കുറിച്ച് മിണ്ടരുത് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ പാലാ ബിഷപ്പ് ഇടയ്ക്ക് ഒരു തവണ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ സഭയിൽപ്പെട്ട
ആളുകളോട് സംസാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, രാജ്യത്ത് പലതരത്തിലുള്ള ജിഹാദ് ഉണ്ട്. ലവ് ജിഹാദ് മാത്രമല്ല, നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട്. ലഹരി മരുന്നിന് അടിമയാക്കിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ നാർക്കോട്ടിക് ജിഹാദിനെതിരായിട്ട് നമ്മൾ കരുതിയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പിണറായി വിജയൻ എന്താ ചെയ്തത്? ഡിവൈഎഫ്ഐക്കാരെ പറഞ്ഞു വിട്ടു. പാലാ ബിഷപ്പിന്റെ അരമനയുടെ മുന്നിൽ സമരം ചെയ്യാൻ വേണ്ടി SDPI ചെന്നിട്ട് അവിടെ നടക്കുന്ന സമരത്തിന് പോലീസ് എല്ലാ സംരക്ഷണവും കൊടുത്തു. ഇപ്പോ അവസാനം എന്തായി? ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഈ ലഹരിക്ക് അടിമയായിട്ടുള്ള ആളുകള് സ്വന്തം കുടുംബത്തിൽപ്പെടുന്ന ആളുകളെ അടക്കം വെട്ടിക്കൊല്ലുന്ന സ്ഥിതി, ആ അടിച്ചുകൊല്ലുന്ന സ്ഥിതി ഉണ്ടായി. 2023 25,000 കോടിയുടെ മയക്കുമരുന്നുമായിട്ടാണ് കൊച്ചിയില് ഒരു കപ്പൽ വന്നത് എന്നാണ് വാർത്ത. അവസാനം നാവികസേനയുടെ സഹായത്തോടുകൂടി കേന്ദ്ര നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അവരാണ് ആ മയക്കുമരുന്ന് പിടികൂടിയത്. എന്തുകൊണ്ട് അത് കേരളത്തിന്റെ തീരത്ത് വരാൻ കാരണം? രാജ്യത്ത് ധാരാളം സ്ഥലങ്ങളില്ലേ? കേരളത്തിന്റെ തീരത്ത് 25,000 കോടി രൂപയുടെ നാർക്കോട്ടിക് മയക്കുമരുന്നുമായിട്ട് ഒരു കപ്പൽ കേരളത്തിന്റെ തീരത്ത് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ വഴി അത് കൊച്ചിയിലേക്ക് എത്തിക്കാൻ എളുപ്പമാണ് എന്ന് അന്താരാഷ്ട്ര ലഹരി റാക്കറ്റുകൾ കണക്കറിയാം. അന്താരാഷ്ട്ര ലഹരി മാഫിയ, ആ ലഹരി മാഫിയക്ക് അടക്കമറിയാം കേരളമാണ് നമുക്ക് നമ്മുടെ പറുദീസ. കേരളത്തിലാണ് നമുക്ക് നിർബാധം വിറ്റഴിക്കാൻ കഴിയുന്ന സാഹചര്യമുള്ളത്. ഇത് ലഹരിയുടെ കാര്യത്തിൽ മാത്രമല്ല. നമ്മുടെ കോഴിക്കോട് എലത്തൂരിൽ തീവണ്ടിക്ക് തീ വെച്ചിട്ട് ഒരുത്തൻ രക്ഷപ്പെട്ടു പോയത് നിങ്ങൾ വാർത്തയിൽ വായിച്ചിട്ടുണ്ടാവും. അവൻ അവിടുന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് ഇവിടെ വരെ വന്നു. അവനെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോ എന്താ പറഞ്ഞത്? ഇങ്ങനെ തീ വെച്ചിട്ട് രക്ഷപ്പെടാൻ എളുപ്പമുള്ള സ്ഥലം കേരളമാണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ തീവണ്ടിക്ക് തീ വെച്ച് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ആന്ധ്രയും കർണാടകവും തമിഴ്നാടും ഒക്കെ കടന്നിട്ട് അവരിവിടെ വരെ കേരളം വരെ എത്തണമെങ്കിൽ അവര് വഴിയിൽ വേറെ സ്ഥലങ്ങളൊന്നും കാണാത്തതുകൊണ്ടല്ലോ, വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടല്ലോ. ആ സ്ഥലത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കില്ല, ചെയ്തു കഴിഞ്ഞാൽ ഉടൻ പിടിക്കപ്പെടും. പക്ഷെ കേരളത്തിൽ വന്നിട്ട് അത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവൻ സ്വസ്ഥമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് തിരിച്ചു മഹാരാഷ്ട്രയിലെത്തി. അവസാനം മഹാരാഷ്ട്ര പോലീസാണ് അവനെ പിടികൂടിയിട്ട് കേരള പോലീസിനെ അറിയിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ തീവണ്ടിക്ക് തീ വെച്ചവനെ ഞങ്ങൾ ഇവിടെ പിടിച്ചിട്ടുണ്ട്, വന്നിട്ട് തിരിച്ചു എടുത്തുകൊണ്ടുപോയിക്കൊള്ളു. കാരണം കേരളത്തിൽ ഭീകരവാദികളുടെ പറുദീസയായിട്ട്, ഭീകരവാദികൾക്ക് വളക്കൂറുള്ള മണ്ണാക്കിയിട്ട് കേരളത്തെ മാറ്റിയതിന്റെ പിന്നിൽ ഈ രണ്ട് മുന്നണികൾക്കും പങ്കുണ്ട്. ഈ രണ്ട് മുന്നണികൾക്കും അതിന് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ നമ്മുടെ മന്ത്രി MP രാജേഷും എക്സൈസ് വകുപ്പിനൊന്നും ഇതറിയില്ല. അല്ലെങ്കിൽ അവർ അതറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുന്നു. ഈ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാണ്. സാധാരണ ഒരു ചൊല്ലുണ്ടല്ലോ, ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവനെ വിളിച്ചുണർത്താൻ കഴിയില്ല. കാരണം ഉറക്കം നടിക്കുന്നവരെ നമ്മൾ ചെന്ന് വിളിച്ചാലും അവൻ കണ്ണുറക്കില്ല. കാരണം അവനറിയാം എന്നെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ വിളിക്കുന്നത്, കണ്ണു തുറക്കില്ല. അതാണ് കേരളത്തിലെ ഭരണകൂടം, കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാർ എടുത്തിട്ടുള്ള സമീപനം. എന്നിട്ടിപ്പോ ഈ നാട്ടില് ആരാണ് ഫാസിസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇപ്പൊ എന്നോട് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, മാർക്സിസ്റ്റ് പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി ഫാസിസ്റ്റ് ആണെന്നും അല്ലെന്നും ഒക്കെയുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ടല്ലോ, എന്താ അതിനെ കുറിച്ച് അഭിപ്രായം? ഞാൻ പറഞ്ഞു, ഇവരുടെ സർട്ടിഫിക്കറ്റിന് എന്ത് വിലയാണ്? 542 ലോക്സഭാംഗങ്ങളുള്ള ഇന്ത്യൻ പാർലമെന്റിൽ ആകെ ഒരാളാണ് തെരഞ്ഞെടുക്കപ്പെട്ട അംഗം മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത്. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള രാധാകൃഷ്ണൻ, ആലത്തൂരുള്ള രാധാകൃഷ്ണൻ.
ആകെ ഒരാൾ 542-ൽ ഒരാള്. ആ ഒരാളുള്ള പാർട്ടി, ആ പാർട്ടി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയെ കുറിച്ച് വിലയിരുത്തൽ നടത്തുന്നുണ്ട്. ഈ നടന്നു പോകുന്ന ഒരു ഉറുമ്പ് ഒരു ആനയെ കണ്ടിട്ട് നീ വലിയ ശക്തിയൊന്നുമല്ല, നിന്നെയൊക്കെ ഞാൻ നേരിട്ടോളാം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ആ പറയുന്നതിന്റെ വില ഇതിനുള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടി ഇനിയെങ്കിലും അതൊക്കെ മനസ്സിലാക്കണം. ലോകത്തെ മുഴുവൻ വിലയിരുത്താനുള്ള ഒരു അധികാരവും അർഹതയും നിങ്ങൾക്ക് തന്നിട്ടില്ല ആരും. നിങ്ങളിനി വിലയിരുത്തിയെന്നിരിക്കട്ടെ, നിങ്ങൾ ഫാസിസ്റ്റ് ആവുന്നു എന്ന് പറഞ്ഞാലും ഫാസിസ്റ്റ് ആണെന്ന് പറഞ്ഞാലും ഇന്ത്യയിലെ ജനങ്ങൾ നരേന്ദ്രമോദിയുടെ പിന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ജനങ്ങളാണ്. ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടല്ല ഇന്ത്യയിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിലയിരുത്താൻ പോകുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്തെ ജനങ്ങളെ, ആ ജനങ്ങളെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ അവർക്ക് മുഴുവൻ ആളുകൾക്കും ലഭ്യമാക്കാൻ കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാരുകൾ ഒന്നും ചെയ്തിട്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് കോൺഗ്രസ്സുകാരും പറഞ്ഞിട്ടുണ്ട്. ഗരീബി ഹട്ടാവോ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വീട് കൊടുക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വെള്ളം കൊടുക്കും അവർ പറഞ്ഞിട്ടുണ്ട്. വ്യത്യാസം എന്താ? നരേന്ദ്രമോദി പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അത് മുഴുവൻ ആളുകൾക്കും സമയപരിധിക്കുള്ളിൽ അത് ലഭ്യമാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അല്ലാതെ ഒരു നൂറ്റാണ്ട് കൊണ്ട് ലഭ്യമാക്കലല്ല. അതുകൊണ്ടാണ് 4 കോടി ആളുകൾക്ക് വീട് നൽകിയത്. അതുകൊണ്ടാണ് 12 കോടി വീടുകളിൽ ശൗചാലയങ്ങൾ നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം നിക്ഷേപക സംഗമം നടത്തിയപ്പോ നിതിൻ ഗഡ്കരി മന്ത്രി വന്നിട്ട് പ്രഖ്യാപിച്ചത് കേരളത്തിൽ 3 ലക്ഷം കോടിയുടെ ദേശീയപാത വികസനം നടപ്പിലാക്കും. അതുകൊണ്ടാണ് നടത്തിയത്. പക്ഷേ കേരള ഗവൺമെന്റ് ചെയ്തെന്താ? നിതിൻ ഗഡ്കരി ഇത് പ്രഖ്യാപിച്ചപ്പോ അടുത്ത ദിവസം പത്രത്തിൽ നമ്മൾ വായിച്ച വാർത്ത, കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിന് മാസം 11 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ യാത്രാപത്തയായിട്ട് അനുവദിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഈ എലപ്പുള്ളിയിൽ അടക്കമുള്ള ആശാ വർക്കർമാർ സമരത്തിലാണ്. ആശാ വർക്കർമാര് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട സമരത്തിലാണ്. ആ ഓണറേറിയം കഴിഞ്ഞ 3 മാസമായിട്ട് കൊടുക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ നിലപാട്, ആ നിലപാട് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട സമരത്തിലാണ്. കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ ആശാ വർക്കർമാർ നടത്തുന്ന പ്രവർത്തനത്തെ സമ്പൂർണമായിട്ട് അംഗീകരിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, കോവിഡിന്റെ കാലത്ത് ഈ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർ നടത്തുന്ന സ്തുത്യർഹമായിട്ടുള്ള സേവനം, ആ സേവനത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് കോവിഡിനെ പ്രതിരോധിക്കാൻ സാധിച്ചത്. ഈ രാജ്യത്തെ ജനങ്ങൾ കോവിഡ് കാരണം മരിക്കുന്നില്ലെങ്കിൽ, ഈ രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം സർക്കാരിന്റെ നയങ്ങളോടൊപ്പം ഈ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ നടത്തുന്ന അവരുടെ സേവനത്തിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ടാണ് 1ാം നരേന്ദ്രമോദി സർക്കാർ ആശാ വർക്കർമാർക്ക് അതുവരെ കോൺഗ്രസിന്റെ സർക്കാരിന്റെ കാലത്ത് നൽകിയിരുന്ന ഇൻസെന്റീവ് നേരെ ഇരട്ടിയാക്കി 1000 രൂപ. മാത്രമല്ല 2ാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ആശാ വർക്കർമാർക്ക് മുഴുവൻ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമാക്കാനുള്ള തീരുമാനം, ആ തീരുമാനമെടുത്തത് നരേന്ദ്രമോദി സർക്കാരാണ്. കേരള ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടിയിരുന്നത്? എല്ലാ സംസ്ഥാനങ്ങളിലെയും കേരള ഗവൺമെന്റ് ഇപ്പൊ പറയുന്നത് എന്താ? കേരള ഗവൺമെന്റ് പറയുന്നത് കേന്ദ്രം തന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് തരേണ്ടത് നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല, നിങ്ങളുടെ കൂടെ സമരം ചെയ്യാൻ ഞങ്ങൾ കൂടി വരാം.
MP രാജേഷ് ആണെങ്കിലും ബാലഗോപാലാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും നിങ്ങളെ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടത് നൽകാൻ വേണ്ടിയാണ്, അല്ലാതെ ഡൽഹി പോയി സമരം ചെയ്യാനല്ല. ഡൽഹിയിൽ നരേന്ദ്രമോദി നിങ്ങൾ സമരം ചെയ്യാതെ തന്നെ 3 ലക്ഷം കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. നിങ്ങൾ സമരം ചെയ്യാതെ തന്നെ ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് ഇരട്ടിയാക്കി. നിങ്ങൾ സമരം ചെയ്യാതെ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമാക്കിയിട്ട് മാറ്റി. നിങ്ങൾ ചെയ്യേണ്ടത് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർക്ക് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് നൽകണം. അപ്പൊ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾക്ക് ആരോഗ്യ ദൗത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ തരാം. പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് കിട്ടിയ മറുപടി അടുത്ത ദിവസം മാധ്യമങ്ങളിൽ വന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. കേരളത്തിന് കിട്ടേണ്ട 915 കോടിയിൽ 813 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകി. അത് തന്നെ കുറച്ച് താമസിച്ചു. എന്താ കാരണം? കേരള സർക്കാർ പറഞ്ഞു, കേന്ദ്രം പറഞ്ഞതൊന്നും പാലിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. കേന്ദ്രം പറഞ്ഞത് പാലിക്കാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങളുടെ പണം നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. കാരണം പാർലമെന്റ് പാസാക്കിയ നിയമം കേരളം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ, പാർലമെന്റ് പാസാക്കിയ നിയമം നടപ്പിലാക്കണമെങ്കിൽ കേരള സർക്കാർ കൂടി അത് അംഗീകരിച്ചാലേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അവസാനം സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിന് എഴുതേണ്ടി വന്നു, നിങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കി. അപ്പോൾ 813 കോടി അനുവദിച്ചു. ആ പണം കിട്ടിയതിന് ശേഷം ആ പണം ഉപയോഗിച്ച് കേരളത്തിലെ ആശാ വർക്കർമാർക്കുള്ള ഓണറേറിയം കൊടുക്കാൻ എന്താ സംസ്ഥാന സർക്കാരിന് മടി? കാരണം സംസ്ഥാന സർക്കാർ ആ പണം മുഴുവൻ ചെലവഴിക്കുന്നത് KV തോമസിന് ശമ്പളം കൊടുക്കാൻ, KV തോമസിന് യാത്രാബത്ത കൊടുക്കാൻ. കേരളത്തിലെ മന്ത്രിമാര് മുഴുവൻ യാത്ര ചെയ്യുന്നത് ഇന്നോവ വണ്ടിയിലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതെങ്കിലും മന്ത്രി ഇന്നോവ വണ്ടിയിലല്ലാതെ 30 ലക്ഷം വരെയുള്ള ഇന്നോവയിൽ കയറിയിട്ടില്ലെങ്കിൽ യാത്ര നടത്താൻ പറ്റാത്ത ആളുകളാണ് കേരളത്തിലെ മന്ത്രിമാര്. ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്രത്തിലെ മന്ത്രിമാര് അവരാരും ഇന്നോവ ഉപയോഗിക്കുന്നില്ല. അവര് സാധാരണക്കാർ ഉപയോഗിക്കുന്ന ചെറിയ വണ്ടികൾ, ആ ചെറിയ വണ്ടികൾ ഉപയോഗിച്ചിട്ടാണ് നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിമാര് യാത്ര ചെയ്യുന്നത്. എന്താ കേരളത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ആശാ വർക്കർമാർക്ക് പണം കൊടുക്കാൻ, ഓണറേറിയം വർദ്ധിപ്പിക്കാൻ പണമില്ല എന്ന് പറയുന്ന സർക്കാർ മന്ത്രിമാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് 100 കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ചു. അപ്പൊ നിങ്ങളുടെ മുൻഗണന ആരോടൊപ്പമാണ്? നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതിരിക്കാൻ മാത്രമല്ല, ഈ നാട്ടിലെ സാധാരണക്കാരുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കം കൊടുക്കാൻ ഗതിയില്ലാതെ എന്ന് പറയുന്ന ആൾക്കാർ വണ്ടി വാങ്ങാൻ വേണ്ടി 100 കോടി രൂപ മാറ്റിവെക്കുന്ന, ബജറ്റിൽ തീരുമാനമെടുക്കുന്ന ഒരു സർക്കാർ. ആ സർക്കാർ എങ്ങനെയാ ഈ നാട്ടിലെ സാധാരണക്കാരോട് പ്രതിബദ്ധതയുള്ളവരാണ് എന്ന് ജനങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയില്ലെങ്കിലും വിരോധമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഖജനാവിൽ മദ്യം വിറ്റിട്ടാണെങ്കിലും മദ്യം ഉൽപ്പാദിച്ചിട്ടാണെങ്കിലും അതിന്റെ പേരിൽ അഴിമതി നടത്തിയിട്ടാണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഖജനാവിൽ ആ കോടികൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യം, ആ ലക്ഷ്യമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഉള്ളിടത്തോളം കാലം ഈ എലപ്പുള്ളിയില് ഈ മദ്യനിർമ്മാണശാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു കല്ല് പോലും ഇടാൻ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും അനുവദിക്കില്ല. കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഖജനാവ് വലുതാക്കാൻ, ആ ഖജനാവിൽ കോടികൾ വീഴ്ത്താൻ വേണ്ടി നടത്തുന്ന ആ ശ്രമം എതിർത്ത് തോൽപ്പിക്കാൻ ശേഷിയുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. ആ ജനങ്ങളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും നിൽക്കും. പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഞങ്ങൾ സഹകരണാത്മക പ്രതിപക്ഷമല്ല. ഞങ്ങള് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന, സർക്കാർ ജനവിരുദ്ധമാകുമ്പോൾ ആ ജനവിരുദ്ധ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തിക്കാൻ വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്ന പാർട്ടിയാണ്.
അങ്ങനെയുള്ള ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ്, അതിനുള്ള മുന്നണിയാണ്. അതുകൊണ്ട് ഈ സമരം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ സമരമല്ല. ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കാൻ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ജീവിതം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കുടിവെള്ളം, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള കുടിവെള്ളം, ആ കുടിവെള്ളം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ആ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും എക്കാലത്തും ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.